ഗോപു, ഒരു രസകരമായ ഒരു കാര്യം സംഭവിച്ചു കേട്ടോ. ഒരു ആന്റി അങ്കിളും കൂടെ ഞങ്ങളെ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു വർക്കിംഗ് ഡേയാ. അപ്പം ഒബ്വിയസ്ലി ഹസ്ബൻഡിന് വരാൻ പറ്റില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ അവിടെ ആരെയും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ആരോട് സംസാരിക്കും? ഈ ആന്റി അങ്കിളിനെ അറിയാം, പക്ഷെ അവര് ബിസി ആണല്ലോ. അവരുടെ അടുത്ത് പോയി എപ്പോഴും ഇരിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ, ഞാൻ പോയി കഴിഞ്ഞാൽ ബോറടിക്കും. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പിള്ളേര് സ്കൂളിൽ പോകുമ്പോൾ പിള്ളേരും ഇല്ല. അപ്പൊ ഞാൻ ഇതെന്ത് പറഞ്ഞ് ഒഴിയാം ഒഴിയാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ തലേ ദിവസം രാത്രി ഞാൻ മെസ്സേജ് അയച്ചു പറഞ്ഞു, ആന്റി എനിക്ക് വയ്യ, ഒട്ടും വയ്യ, അപ്പൊ എനിക്ക് തോന്നുന്നില്ല നാളെ വരാൻ പറ്റുമെന്ന് ഞാനൊരു മെസ്സേജ് ഇട്ടു. അപ്പൊ ആന്റി അത് രാത്രി ആയപ്പോഴത്തേക്കിനും കാണുകയും ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ഇതിന്റെ കാര്യം മറന്നുപോയി. എന്തെന്നു ഇത് തലേന്ന് പോയല്ലോ, മറന്നുപോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഫ്രണ്ട്സൊക്കെ കൂടെ വൈകുന്നേരം കുളിച്ച് അമ്പലത്തിൽ പോകാൻ ഒരു പ്ലാൻ ഇട്ട് ഞാനും പോയി. എന്നിട്ട് എല്ലാരും കൂടെ ഫോട്ടോ എടുത്തില്ലേ, ഞാനും ഇതെല്ലാം മറന്ന് സ്റ്റേറ്റസും ഇട്ടു. ഇത് ആന്റി രാത്രിയില് ആന്റി കണ്ടു. പിടിച്ചു. ഓ, എന്നിട്ടൊരു റിപ്ലൈ, ഓ അപ്പൊ അസുഖങ്ങളൊക്കെ പോയല്ലേന്ന്. അതീന്ന് എനിക്ക് മനസ്സിലായി, ആന്റിക്ക് മനസ്സിലായി ഞാൻ കള്ളത്തരം പറഞ്ഞാന്ന്. ഞാൻ പെട്ടുപോവോ, എന്ത് പറയാനാ. അപ്പൊ ഞാൻ ചുമ്മാ ഒരു ചിരിക്കുന്ന ഒരു ഇമോജി അയച്ചു കൊടുത്തു, അല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല. ആക്ച്വലി നമ്മളിങ്ങനെ എസ്കേപ്പ് ചെയ്യാനാണ് ഫോർ വാട്ട് എവർ റീസൺ. കള്ളത്തരം പറഞ്ഞ കള്ളം കള്ളം തന്നെയാ അല്ലേ? അതെ. ഇതിന്റെ ഒരു ഫീലിംഗ് ഞാൻ പറഞ്ഞത് എനിക്ക് സംഭവിച്ചത്. ഒരു ഫ്രണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വൈകുന്നേരം നമുക്ക് ഷോപ്പിങ്ങിന് പോവാന്നും. അന്ന് ആക്ച്വലി എനിക്ക് രാവിലെ ഒട്ടും മൂഡില്ല. ചില ദിവസമില്ലേ കുറച്ച് ഡൾ ഡേയാ. അപ്പൊ ഞാൻ വിചാരിച്ചു നീ പറഞ്ഞ പോലെ ഒന്നും ഒഴിയണ്ടേ. അവിടെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടിക്കാതെ ഒഴിയും വേണല്ലോ. അപ്പൊ എനിക്ക് കിട്ടിയ മനസ്സിൽ കിട്ടിയ ഐഡിയ വൈകുന്നേരം എനിക്ക് ഗസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അതോടെ അവള് പാവം നിർബന്ധിക്കുകയും ചെയ്തില്ല, വിട്ടു. വൈകുന്നേരം ആയപ്പോഴേക്കും എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ ഈ മൂഡൊക്കെ ശരിക്കും ശരിയായി. പക്ഷെ ഞാൻ ഓൾറെഡി ഒരു കളവ് പറഞ്ഞില്ലേ. ഈ പറഞ്ഞ പോലെ അവള് ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ കളവ് പറഞ്ഞ കാര്യം. പക്ഷെ അപ്പൊ തൊട്ട് വൈകുന്നേരം എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫീലിംഗ് വന്നു തുടങ്ങി, മിണ്ടാതെ പോവായിരുന്നു. അല്ലെങ്കിൽ ആലോചിച്ചിട്ട് പറയാ. കളവ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് നീ പറഞ്ഞ പോലെ ഒഴിയാൻ ഒരു ഒരു ബുദ്ധിമുട്ടിക്കാതെ ഒഴിയാൻ കളവ് പറയലാണ് ആശ്രയിച്ചത്. ആക്ച്വലി നമ്മളൊക്കെ കേട്ടിട്ടുള്ള കള്ളം പറയുന്ന ഒരു ബാഡ് പീപ്പിൾ, നമ്മൾ കുഞ്ഞിലോട്ട് ഇതല്ലേ കേൾക്കുന്നേ. പക്ഷെ നീ ഞാനൊന്നും ബാഡ് അല്ലല്ലോ. അപ്പം ഈ പറയുന്ന കള്ളത്തരവും വലിയ ബാഡായിട്ട് തോന്നുന്നില്ല. ഒന്ന് ജസ്റ്റ് എസ്കേപ്പ് ആവാൻ വേണ്ടി ഒരു കള്ളത്തരം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഈ ചിലർ ഈ വൈറ്റ് ലൈസ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീൽ ബാഡ് ആക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ചില ലൈസ് ഒക്കെ പറയും. ഇത് വൈറ്റ് ലൈസിന്റെ ഗണത്തിലൊന്നും വരത്തില്ല, ഉം. എന്നാലും രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന സാഹചര്യങ്ങൾക്കൊത്തു പറഞ്ഞ ലൈ അല്ലേ, ലൈ കുഴപ്പമുണ്ടാവില്ല അല്ലേ? ലൈ നമ്മൾ എന്തറിയോ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് തോന്നുന്നു ആൾക്കാർ മെജോറിറ്റി കളവ് പറയുന്ന കേട്ടോ. ഒരു കുട്ടി കണ്ടില്ലേ, ഇപ്പൊ നിങ്ങൾ ഒരു എന്തെങ്കിലും ഒന്ന് വീണ് പൊട്ടിച്ചോ, ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് ആദ്യം പറയാൻ തോന്നുന്നത് ഞാനല്ല എന്നാ. പണിഷ്മെന്റ് കിട്ടില്ലേ. നമ്മൾ ഓഫീസിലേക്ക് ലേറ്റ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉടനെ പറയണ്ട അയ്യോ ഒന്നും ഭയങ്കര ട്രാഫിക് ആയിരുന്നു. സി എന്താ വെച്ചാൽ നമുക്ക് പേടിയാണ് ആ മിസ്റ്റേക്ക് എന്താണോ ആ മിസ്റ്റേക്കിനെ വെച്ച് ആൾക്കാർ നമ്മളെ അവര് പോരാ അല്ലെങ്കിൽ നല്ലതല്ല അങ്ങനത്തെ ഒരു ഡിസപ്രൂവൽ അവരെ കയ്യിൽ നിന്ന് വരണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുക്ക് നമ്മൾ ഒരു കളവ് തൽക്കാലം പറഞ്ഞു ഒഴിയും. എന്തൊക്കെ പറഞ്ഞാലും നീ പറയുന്നല്ലോ, കളവ് കളവ് തന്നെയല്ലേ. നീ പറഞ്ഞപ്പോഴാട്ടോ, ഞങ്ങളുടെ യോഗ ഡേ സെലിബ്രേഷൻ 21st എന്നല്ലായിരുന്നു, എന്ന് പറഞ്ഞാൽ വാർഡിന്റെ തലത്തിൽ യോഗ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ യോഗ സാർ പാർട്ടിസിപ്പൻസിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, നമുക്കൊരു എൻകറേജ്മെന്റ് ഒക്കെ വേണമല്ലോ എന്ന് പറഞ്ഞ് സാർ എല്ലാവർക്കും, എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ആക്കി. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വാർഡിലെല്ലാരും സർട്ടിഫിക്കറ്റ് വാങ്ങി ഫോട്ടോ എടുക്കുമല്ലോ, സർട്ടിഫിക്കറ്റും പിടിച്ച്. ഇത് ഞാൻ സ്റ്റേറ്റസ് ഇട്ടു. ഞാൻ കണ്ടു. എന്റെ ഉദ്ദേശം എന്തായിരുന്നെന്നറിയോ? ഉം. കാണുന്നവരെന്താ വിചാരിക്കുക, ഓ ഞങ്ങൾ എന്തോ അവിടെ തകർത്ത് പെർഫോം ചെയ്ത് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എന്തോ കിട്ടി, അതിന്റെ ആണല്ലോ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഞാൻ അതിന് ഒന്നും ഒരു ക്യാപ്ഷനും കൊടുത്തില്ല. വിചാരിക്കേണ്ടവരെ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ 2-3 പേര് ഇതെന്താ ചേച്ചി, ഇതെന്താ രഞ്ജു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചവരുടെ അടുത്ത് കള്ളത്തരം പറയാൻ തോന്നിയില്ല. നല്ല എന്നാലും എന്നാലും ഉള്ളില് ഉള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, വിചാരിക്കേണ്ടവര് വിചാരിച്ചോട്ടെ, ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി, സെക്കൻഡ് പ്രൈസ് കിട്ടി, ഏതെങ്കിലും ഒരു പ്രൈസ് കിട്ടി എന്നൊക്കെ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചു.
ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. വേറെ ഒന്നും കൂടി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതും നീ പറഞ്ഞ തെറ്റ് തെറ്റ് തന്നെയാണ്, അല്ലെന്നല്ല. ഇപ്പൊ ചിലപ്പം മക്കളൊക്കെ മുടിയൊക്കെ വെട്ടി വരും. പുതിയൊരു ഹെയർ സ്റ്റൈലൊക്കെ എടുത്ത് ചെയ്ത് വരുമ്പം ചിലപ്പോൾ അവർക്കത് ചേരില്ല. പക്ഷെ എന്താ വെച്ചാൽ ഈ മുടി നീണ്ടു വരുന്ന വരെ അവരുടെ കോൺഫിഡൻസ് പോകില്ലേ? സി കുട്ടികൾക്കൊക്കെ വളരെ നമുക്ക് എല്ലാവർക്കും തന്നെ ഹെയർ സ്റ്റൈലും മുഖത്തൊക്കെ എന്തൊക്കെ ചേഞ്ച് വന്നാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ തൽക്കാലം നമ്മൾ എന്താ പറയുക, ഞാൻ പ്രത്യേകിച്ച് എന്താ പറയുക വെച്ചാൽ ഇല്ലില്ല കുഴപ്പമില്ല രസമുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞ് മുടി വളരല്ലോ, തെറ്റില്ലാത്തൊരു കാര്യമല്ലേ. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയും. വേറൊരു കാര്യം ജനറലി ചെയ്യുന്നത്, അതും ഞാൻ പറയുള്ളൂ ഇന്റൻഷൻ ഗുഡ് എന്ന് ഞാൻ വിചാരിക്കുന്നേ, പക്ഷെ കളവ് കളവാ. ഗിഫ്റ്റ് തരുമ്പോൾ ഗിഫ്റ്റ് തരുന്ന ആൾക്കാർ വളരെ സ്നേഹത്തോടെ അവർ കുറേ സമയം എടുത്ത് ആലോചിച്ചിട്ടാണ് ആ ഗിഫ്റ്റ് വാങ്ങണടാ. ഈ ഗിഫ്റ്റ് നമുക്ക് ചിലപ്പോൾ ഒട്ടും ചിലപ്പോൾ വേണ്ട അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സാധനമായിരിക്കും. ചിലതൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് വേണ്ടാത്ത. നീ ഞാൻ നോക്കണ്ട. ബർത്ത്ഡേ ഗിഫ്റ്റ് തരുന്നതിനെ പറ്റിയാണോ ഈ പറയുന്നേ? അല്ല, നമ്മൾ അറിയുന്നവർ നമുക്ക് കറക്റ്റ് ഗിഫ്റ്റ് തരാം. നമ്മൾ ചിലപ്പോൾ അറിയാത്തവർ തരുമ്പോൾ ഗിഫ്റ്റ് അവർ അവരുടെ ചോയ്സിന് നമുക്ക് ചേരുന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഇപ്പൊ നമ്മൾ എന്ത് പറയും, എന്നിട്ട് ചോദിക്കില്ലേ, ഓ ഇഷ്ടപ്പെട്ടു, കാരണം ഇവർ അത്ര ഇഷ്ടത്തിലാ വാങ്ങിയത്, അപ്പൊ എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. നാച്ചുറലി നമ്മൾ എന്താ പറയാ, നല്ല ഇഷ്ടപ്പെട്ടു പറയും. കാരണം അവരെ എഫേർട്ടിനെയാണ് നമ്മളവിടെ ഇഷ്ടപ്പെട്ടു. പക്ഷെ വീണ്ടും കളവ് പറഞ്ഞാൽ കണ്ണു പൊട്ടും. ഇതാണ് വൈറ്റ് ലൈസ് എന്ന് പറയുന്നത് തോന്നുന്നു. എനിക്കിപ്പോ ഓർമ്മ വന്നതെന്ന് പറയുന്നത്, നമ്മുടെ രണ്ടുപേരുടെ രണ്ടാമത്തെ മക്കളെ കൊണ്ട് ഡയന കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? എന്നിട്ട് കട്ട് ചെയ്ത് ആകെ മൊത്തം കുളവാക്കിയവര്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഓ ശരിക്കും ഡയന ഉണ്ടായിരുന്നെങ്കിൽ ഡയന, പ്രിൻസസ് ഡയന ഇപ്പൊ ഓർത്തേനെ. ഓ എന്റെ അതേ ഹെയർ കട്ട്. ഭാഗ്യത്തിന് പിള്ളേർ അതിലിരുന്ന് വിശ്വസിച്ചു. പിന്നെ ചിലപ്പോ ഇല്ലേ, നമ്മൾ ഈ കൺവീനിയൻസിന് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാട്ടോ. എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ മെസ്സേജ്, മിക്കവാറും മെസ്സേജ് വരിക, കോള് വരിക, ഇതൊക്കെ ആയിരിക്കുവേ. അപ്പൊ ചിലപ്പോൾ ഞാൻ ബിസി ആയിരിക്കും. അല്ലെങ്കിൽ അപ്പം അല്ലേ ആ ഒരു എനർജിയിൽ റെസ്പോണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാനോ ഉള്ളൊരു മൂഡിലാക്കില്ല. അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ മെസ്സേജ് അയച്ചിട്ട് പറയും, അയ്യോ കണ്ടില്ല. അത് ചിലപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അയ്യോ കണ്ടില്ല, വിട്ടുപോയി, ബിസി ആയിരുന്നു, ഞാൻ വീട്ടിലുണ്ടായ ഫോണ് പിള്ളേരുടെ കയ്യിലായിരുന്നു. ഇങ്ങനെ കുറെ കള്ളത്തരൊക്കെ പറയാറുണ്ട് കേട്ടോ. നീ പറഞ്ഞ പോലെ ലൈസ് ആർ ലൈസ്. ഇതിപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ ലൈൻ ശരി തെറ്റാണെങ്കിലും ആർക്കും ആക്ച്വലി ഹേർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ചില ലൈസ് ആക്ച്വലി ഇത് ഈ തുടക്കം ഇങ്ങനെ സിമ്പിൾ ലൈസ് ആണെങ്കിൽ അത് പോയി 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 ചിലപ്പം അതിന് ഭയങ്കര ഹാംഫുൾ സൈഡ് എഫക്ട്സ് വരും. ഇതിലൊന്നും ഒരു കുട്ടി നടന്നതാട്ടോടാ. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ചെറുപ്പത്തിൽ, ഇപ്പൊ വലിയ ആളാണ് അയാൾ. ആ കുട്ടി ആയിരുന്നപ്പം സിനിമയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സിനിമയ്ക്ക് പോകാൻ ലിമിറ്റേഷൻസ് ഉണ്ട്, എപ്പോഴെപ്പോഴും പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ വീട്ടിൽ റൂളുണ്ട്. അപ്പം ഇതെന്താ, സ്കൂൾ കട്ട് ചെയ്തിട്ടും ക്ലാസ് കട്ട് ചെയ്തിട്ടും ഒക്കെ പലപ്പോഴും ഈ കുട്ടി സിനിമയ്ക്ക് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഒക്കെ ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തുക. അപ്പോൾ വീട്ടിലെന്താ പറയുക, ഇന്നെന്താ എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബസ് കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കുട്ടി എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഈ കുട്ടി രക്ഷപ്പെടും. അതേ കൂട്ടത്തിൽ ഈ കുട്ടി വേറെ പല പല കള്ളത്തരം, ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിളാണ് പറഞ്ഞത്, സിനിമയ്ക്ക് പോണ കാര്യം. എനിക്ക് ഉറപ്പാണ് ആ വീട്ടിലെ ആൾക്കാർക്ക്, പാരൻസും ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മൂത്ത കുറെ ആൾക്കാരുണ്ടാവും വീട്ടിൽ, ആ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും കളവാണ് പറയുന്നത്. ശരി പോട്ടെ, ഒരു സിനിമയോ ഒരു മിഠായിന്റെ കാര്യമല്ലേ, അപ്പം അവർ വിട്ടു. ഇങ്ങനെ ഈ കുട്ടി വലുതായി കല്യാണം കഴിഞ്ഞപ്പം ഒരു റിലേഷൻഷിപ്പിലല്ലേ. ആ സമയത്ത് ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ചാല്, രാത്രി വൈകുന്നേരം ഈ ആള് വരുമ്പോഴേക്കും എപ്പോഴും ഭാര്യ നല്ല ഭക്ഷണങ്ങൾ എന്തൊക്കെയോ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി വെക്കും. ഇയാൾക്ക് ഇത് ഇത്ര ശ്രദ്ധ കുറവായിരുന്നു. ഇയാൾ അന്ന് എന്ത് ചെയ്തു, പുറത്ത് ഫ്രണ്ട്സിന്റെ കൂടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. വീട്ടിൽ എത്തിയപ്പോഴാണ് കാണുന്നത്, അയ്യോ ഭാര്യ ഇന്ന് എന്തോ ഉണ്ടാക്കി വെക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒന്നും പറയാണ്ടിരിക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു വെച്ചാൽ അത് കഴിച്ചു. കഴിച്ചപ്പോഴേ വൈഫിന് തോന്നുമല്ലോ കുറവാ കഴിച്ചേ. നമ്മളിതൊക്കെ നോട്ടീസ് ചെയ്യും ആൾക്കാര്. ഭക്ഷണം കുറവാ കഴിച്ചേ പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, ആ ഒന്നും വേണ്ടിയില്ല. അവർ പോയി വാഷ് ചെയ്യാൻ വേണ്ടി പാൻറ് എന്തോ എടുത്തപ്പോഴാണ് റെസ്റ്റോറൻറ്റിലെ ബില്ല് കണ്ടു ആ കുട്ടി. അപ്പൊ ആ കുട്ടി ചോദിച്ചു ഇത്ര, എന്നാൽ നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോ, ഇല്ലില്ല, ഇത് ഞാൻ കഴിച്ചല്ല, ഫ്രണ്ട്സ് പോയി കഴിച്ചതിൻ്റെയാന്ന് പറഞ്ഞു. അപ്പോഴേ ഈ കുട്ടിക്ക് മനസ്സിൽ തോന്നി, ഫ്രണ്ട്സ് കഴിച്ചതിന്റെ ബില്ല് ഇങ്ങനെ ഇയാളുടെ പോക്കറ്റിൽ വന്നു എന്ന്. പക്ഷെ ഒന്നും പറഞ്ഞില്ല, ഫസ്റ്റ് ടൈം. ഇതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാല്, മൂവി ഏതൊക്കെയോ റിലീസ് ചെയ്യുമ്പോൾ ഇവർ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് രണ്ടാളും കൂടി. ഇതേപോലെ ഇയാളുടെ ശ്രദ്ധക്കുറവോ എന്താണെന്ന് അറിയില്ല, ഓഫീസിന്റെയോ ഏതോ ഫ്രണ്ട്സിന്റെ കൂടെ ഇയാൾ പോയി കണ്ടു. കണ്ടിട്ടും വീട്ടിൽ അയാൾ വൈകിട്ടായിരിക്കും വന്ന് എത്തിയിട്ടുണ്ടാവുക. ഓഫീസിൽ എക്സ്ട്രാ വർക്ക് എന്നാ പറഞ്ഞിട്ടുണ്ടാവുക. വീണ്ടും ഇതേപോലെ പോക്കറ്റിൽ നിന്നോ കബേർഡിൽ നിന്നോ എവിടുന്നോ ഈ കുട്ടിക്ക് ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് കിട്ടിയപ്പോൾ ഈ കുട്ടി ചോദിച്ചു, സിനിമയ്ക്ക് പോയോ? പോയി, ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞാൽ മതി, ഇവർക്ക് ഒന്നും കൂടി സിനിമയ്ക്ക് പോവാലോ. പക്ഷെ അപ്പോഴും ഇയാളുടെ ഈ ചെറുപ്പത്തില് ഇവർക്ക് ഒരു ഫ്രീഡം കിട്ടിയല്ലോ, കളവ് പറഞ്ഞ് 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 ഒരു ശീലത്തില് ഇയാള് വീണ്ടും എന്ത് പറഞ്ഞു, ഇല്ലില്ല ഞാനല്ല പോയ, എൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പോയെന്നു.
ഇപ്പൊ തൊട്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒന്നിന്റെ മേലെ സംശയം വരും. വന്ന് ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കുട്ടി ഇപ്പം എന്ത് പറഞ്ഞാലും 4, 5 പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യും. കൂടാതെ ഈ നമ്മൾ ഓരോ റീലിലൊക്കെ കാണുന്നില്ലേ, ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുക, ആ ഏട്ടൻ അവിടെ ഉണ്ടോ? ആ ഏട്ടനുണ്ട്. നോക്കിയപ്പം ആള് വീട്ടിലുണ്ടാവും. അങ്ങനെ ഫ്രണ്ട്സിനെ കൊണ്ട് കളവ് പറയിപ്പിക്കുക. ഇങ്ങനെ കുറേ കുഞ്ഞു കാര്യങ്ങള് ഇയാള് ചെയ്ത് ഇവരുടെ ആ റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ് കംപ്ലീറ്റ്ലി ബ്രേക്കായി. ഇത് പറയുന്നത് കുഞ്ഞുങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഈ ഇനിപ്പിന്റെ ബഡ് എന്ന് പറയുന്ന പോലെ ചെറുപ്പത്തിലെ അതൊന്ന് കോൺഫ്രണ്ട് ചെയ്തിരുന്നെങ്കിലോ, ഞങ്ങൾക്ക് അറിയാം എന്നെങ്കിലും ഈ പേരൻസ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇയാളുടെ തലയിൽ വലുതായി കഴിയുമ്പോഴും ഞാൻ പിടിക്കപ്പെടാം എന്നുള്ളൊരു ഇതും വരും. അപ്പൊ ആ ഒരു പേടിയിൽ സത്യം പറഞ്ഞു തന്നെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലവർ ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എന്താ പറയാ, അത് മാറ്റാനേ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഈ നീ പറഞ്ഞ പോലെ ഏതൊരു റിലേഷൻഷിപ്പും ഒരു ട്രസ്റ്റിന്റെ മുകളിലാണുള്ളത്. പ്രത്യേകിച്ച് വെൻ ഇറ്റ് കംസ് ടു മാരേജ്. ഇതിലാര് കള്ളത്തരം പറഞ്ഞു മറ്റേ ആള് പിടിച്ചാലും അവിടെ വല്ലാതെ ട്രസ്റ്റ് ഇഷ്യൂസ് വരും. ഈ ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നിൽക്കാൻ ആരും നിൽക്കില്ല. ഇപ്പൊ ഞാൻ ചിലവർക്ക് ഈ നല്ല പൈസ ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ ബിസിനസ് പൊട്ടി അല്ലെങ്കിൽ ജോലി പോയി, പൈസയൊക്കെ പോയിന്ന് വരാം. പക്ഷെ അപ്പോഴും മറ്റേ സ്പൗസ് കൂടെ നിന്ന് കുഴപ്പമില്ല, വി വിൽ റീബിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കൂടെ മോട്ടിവേറ്റ് ചെയ്ത് രണ്ടുപേരും കൂടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിരിക്കുന്ന ഒരാള് പെട്ടെന്ന് കമ്പനി പൂട്ടി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺസ് കാരണം അങ്ങനെ താഴ്ത്തോട്ട് വന്നാലും അതും നമുക്ക് പിന്നെ തിരിച്ചു പിടിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അത് തിരിച്ചു വരില്ല. ഇവിടെ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്ത ഒരു ഫാമിലിന്റെ അകത്തുള്ള ട്രസ്റ്റ് ഫാക്ടറാണ് ഇത്. ഈ ഫാക്ടർ ആക്ച്വലി നമ്മുടെ ഓഫീസിലും കൊളീഗ്സും ഫ്രണ്ട്സും എല്ലാ സർക്കിളിലും എല്ലാവർക്കും ബുദ്ധിയുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വീട്ടിലാകുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്തി ചോദിച്ച് അറിയും. പുറത്തുള്ളവരെന്താ വെച്ചാൽ അവർ ചിലപ്പോൾ അറിയില്ല. ഇതേപോലെ 1-2 പ്രാവശ്യം നമ്മൾ കളവ് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അവർ അറിഞ്ഞിട്ടില്ല എന്ന്. എങ്ങനെയോ അവരറിയും ചെയ്യും. പിന്നെ അവർ നമ്മളെ കാറ്റഗറൈസ് ചെയ്യുന്ന അത്യാവശ്യം കളവ് പറയാൻ പറ്റുന്ന ആളാണ്. മുഴുവൻ ഒരിക്കലും അവർ വിശ്വസിക്കില്ല നമ്മളെ. അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞു കളവുകൾ കഴിയുന്നതും നമ്മൾ പറഞ്ഞ പോലത്തെ പോലും എല്ലാം ഒഴിവാക്കണേ നല്ലത്. കാരണം ഓണസ്റ്റിയാണ് ഏത് റിലേഷൻഷിപ്പിന്റെയും ഏറ്റവും ബേസിക് ഫൗണ്ടേഷന്റെ ലെയർ. അതുണ്ടെങ്കിൽ ഈ രഞ്ജു പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം അല്ല നമുക്ക് സോൾവ് ചെയ്യാം. കളവ് പിടിച്ചാ പെട്ടു, പിടിച്ചില്ലെങ്കിലും പെടൂട്ടോ. അത് കളവ് പറയാണ്ടിരിക്കാൻ നോക്കാം. അപ്പൊ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ഓൾവേസ്. താങ്ക്സ് ഫോർ വാച്ചിങ് എൻകോഴ്സ് ഓഫ് ഹെർബിറ്റ്.